നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. BSc നഴ്സിംഗ് കഴിഞ്ഞ് ഫാദർ മുള്ളേഴ്സ് മെഡിക്കൽ കോളേജിൽ നഴ്സായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിനെ പ്രതി അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസ സഭയിൽ പ്രവേശിച്ച് വ്രതവാഗ്ദാനം ചെയ്ത സിസ്റ്റർ സൗമ്യയുടെ ദൈവവിളി അനുഭവം ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. സന്യാസത്തിനും സന്യാസിനികൾക്കുമെതിരെ അപവാദങ്ങളും കുപ്രചരണങ്ങളും വ്യാപകമായി പ്രചരിക്കുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കുന്ന വിശ്വാസ തീഷ്ണതയോടെയാണ് യുവത്വം സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നതിനുള്ള വലിയ തെളിവ് കൂടിയാണ് സിസ്റ്റർ സൗമ്യയെ പോലെയുള്ളവരുടെ ദൈവവിളികൾ. യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ നിത്യമ ജീവൻ നേടാ. യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ ഈശോയ്ക്കു വേണ്ടി തന്റെ ജീവിതം സമർപ്പിക്കുവാനും വിശുദ്ധവും പ്രാർത്ഥനയിൽ അധിഷ്ഠിതവുമായ സമർപ്പിത ജീവിതം നയിക്കുവാൻ തനിക്ക് ലഭിക്കാമായിരുന്ന വിദേശ ജോലിയും സ്ഥാനമാനങ്ങളും വേണ്ടെന്ന് വെച്ചാണ് സിസ്റ്റർ സൗമ്യ സന്യാസ ജീവിതത്തിലേക്ക് കടന്നുവന്നത്. തന്റെ അമ്മ ഒരു നേഴ്സായിരുന്നതിനാൽ വലുതാകുമ്പോൾ തനിക്കൊരു നേഴ്സാകണമെന്ന ആഗ്രഹം തന്നിലുണ്ടായിരുന്നുവെന്നും തന്റെ സ്കൂൾ കാലഘട്ടങ്ങളിൽ നേഴ്സുമാർക്ക് ജോലി സാധ്യത കൂടുതലായിരുന്നുവെന്നും അതാണ് താൻ BSc നഴ്സിംഗ് തിരഞ്ഞെടുക്കാൻ കാരണമെന്നും സിസ്റ്റർ സൗമ്യ പറയുന്നു. ചെറുപ്പം മുതൽ ദൈവിക കാര്യങ്ങളോട് തനിക്ക് വളരെയേറെ താൽപ്പര്യമുണ്ടായിരുന്നുവെന്നും അതിനുവേണ്ട പ്രോത്സാഹനവും പ്രചോദനവും മാതാപിതാക്കൾ തന്നിരുന്നുവെന്നും അത് തന്റെ ദൈവവിളിക്ക് കാരണമായി തീർന്നുവെന്നും സിസ്റ്റർ സൗമ്യ പങ്കുവയ്ക്കുന്നു. മഠത്തിൽ ചേരുന്ന കാര്യം വീട്ടിൽ അറിയിച്ചപ്പോൾ തന്റെ മാതാപിതാക്കൾ ആദ്യം സമ്മതം തന്നില്ലെന്നും എന്നാൽ അവരുടെ സമ്മതം ലഭിക്കാൻ തനിക്ക് 1 വർഷം പ്രാർത്ഥനയോടെ കാത്തിരിക്കേണ്ടി വന്നെന്നും സിസ്റ്റർ സൗമ്യ ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. ചെറുപ്പം മുതൽ ദൈവിക കാര്യങ്ങളോട് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. അല്ലാതെ എല്ലാ ദിവസവും ചെറുപ്പം മുതൽ പേരൻസ് പള്ളിയിൽ പോകുവാനും കൂദാശകൾ പങ്കെടുക്കാനും ഒക്കെ എന്ന് പ്രചോദിപ്പിച്ചിരുന്നു. കൂടുതലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നതാണ് നല്ലതെന്ന് ഇപ്പോഴും മനസ്സിലൊരു ഉൾവിളി തോന്നിയിരുന്നു. ഞാൻ പഠിച്ചതും ജോലി ചെയ്തതെല്ലാം ഫാദർ മുള്ളേഴ്സിലാണ്. പെട്ടെന്നൊരു തീരുമാനം എടുത്തപ്പോൾ എൻ്റെ പേരൻസിന് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. പപ്പ വിദേശത്തായിരുന്നു. അതുകൊണ്ട് തന്നെ പപ്പായുടെ കൂടെ അധികം നാൾ ഒരുമിച്ച് താമസിച്ചിട്ടില്ല. വർഷത്തിലൊരിക്കൽ പപ്പ വരിക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പപ്പായ്ക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ മഠത്തിൽ പോരാൻ താല്പര്യമുണ്ടെന്ന് പപ്പായോട് അറിയിച്ചത്. പപ്പ ഒട്ടും അനുകൂലമായിട്ടല്ല മറുപടി നൽകിയത്. പിന്നീട് അവിടുന്ന് റിസൈൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പപ്പായോട് ചോദിച്ചപ്പോൾ പപ്പായ്ക്കൊട്ടും അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചു. അവരെ വേദനിപ്പിച്ചുകൊണ്ട് പോരണമെന്നല്ല, എന്നാൽ എൻ്റെ വിളി ഇതാണെന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നു. വിവാഹ ജീവിതത്തിലേക്കല്ല, സന്യാസ ജീവിതത്തിലേക്കാണ് എന്നെ വിളിച്ചിരിക്കുന്നത് എന്നൊരു മനസ്സിൽ അങ്ങനെ എനിക്കൊരു പ്രചോദനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കല്യാണാലോചനകൾ വന്നപ്പോഴും അതിലേക്ക് പോകാതെ അതിലേക്ക് താല്പര്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കൂടുതലായും ദൈവത്തിനായി സമർപ്പിക്കുക, ആ രീതിയിലൊരു ജീവിതം തിരഞ്ഞെടുക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചത്. പപ്പായ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അതിന് ആ ഒരു ജീവിതത്തിലേക്ക് കടന്നു പോകാൻ അവസാനം പപ്പ തന്നെ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്നൊരു അനുവാദം കിട്ടുന്നോടം വരെ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടതായി വന്നു. മഠത്തിൽ ചേരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചതിന് ശേഷം ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് ഞാൻ മഠത്തിൽ ചേരുന്നത്. വിശുദ്ധ അൽഫോൻസാമയോട് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച രോഗസൗഖ്യവും എല്ലാ വർഷവും ഭരണങ്ങാനം വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളുകൾക്ക് പോകാറുണ്ടായിരുന്നതുമെല്ലാം തനിക്ക് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനി സഭയിൽ ചേരാൻ കാരണമായെന്നും സിസ്റ്റർ സൗമ്യ പറയുന്നു. എൻ്റെ അമ്മയുടെ പേര് അൽഫോൻസ എന്നാണ്. ചെറുപ്പം മുതൽ ഭരണങ്ങാനം പള്ളിയിൽ ചെറുപ്പം മുതൽ അമ്മേനെ ഓരോ പെരുന്നാളിലും കൊണ്ടുവരുമായിരുന്നു. പിന്നെ അമ്മയുടെ ചെറുപ്പത്തിൽ ലഭിച്ചൊരു രോഗസൗഖ്യം അത് എനിക്ക് അൽഫോൻസാമ്മയോടുള്ള കൂടുതൽ ഇഷ്ടത്തിനുള്ള കാരണമായി. ആ സമയത്ത് എല്ലായിടത്തും പടർന്നു പിടിച്ചൊരു ഒരു തക്കാളിപ്പനി എന്നൊരു രോഗം ഉണ്ടായിരുന്നു. പക്ഷേ എന്തോരം ചികിത്സിച്ചിട്ടും എൻ്റെ അത് മാറുന്നില്ലായിരുന്നു. കൂടുന്നല്ലാതെ കുറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ അമ്മ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം അയച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് പെട്ടെന്ന് രോഗസൗഖ്യം ഉണ്ടായി. അങ്ങനെ പല കാരണങ്ങളാൽ FCCയിലേക്കുള്ള വിളി, അതൊക്കെ എൻ്റെ ജീവിതത്തിൽ FCCയിലേക്ക് തന്നെ വരാനാണ് എൻ്റെ വിളി എന്നൊരു മാർഗ്ഗങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു. ഏത് കാര്യം ചെയ്യുമ്പോഴും അത് പ്രാർത്ഥനയോടും
നിറപുഞ്ചിരിയോടും കൂടി ചെയ്യുന്ന സിസ്റ്റർ സൗമ്യയുടെ ആഗ്രഹം വചനപ്രഘോഷണ മേഖലയിലേക്ക് ഇറങ്ങുവാനും ഈശോയ്ക്കു വേണ്ടി അനേകായിരം ആത്മാക്കളെ നേടുക എന്നതുമാണ്. തനിക്ക് പ്രാർത്ഥന എന്നത് ഈശോയുമായുള്ള സംഭാഷണമാണെന്നും ആദ്യവ്രത വാഗ്ദാന സ്വീകരണത്തിന് മുന്നോടിയായി നടന്ന 30 ദിവസത്തെ ധ്യാന അനുഭവം ദിവ്യകാരുണ്യ ഈശോയോടും വിശുദ്ധ കുർബാനയോടുമുള്ള തന്റെ വിശ്വാസവും ഭക്തിയും വർദ്ധിപ്പിച്ചെന്നും സിസ്റ്റർ സൗമ്യ പറയുന്നു. പ്രാർത്ഥന എന്ന് പറയുന്നത് എനിക്ക് ദൈവത്തോടുള്ള ഈശോയോടുള്ള സംഭാഷണമായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് ഉടുപ്പടിയലിന് മുമ്പായിട്ട് ഒരു 30 days റിട്രീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ധ്യാനത്തിൽ കൂടുതലായിട്ടും പൂർണ്ണമായ മൗനമാണ്, ധ്യാനിക്കുക മാത്രമാണ് ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ ഈശോയെക്കുറിച്ച് 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 തന്നെയാണ് ധ്യാനിക്കുന്നത്. ആ സമയത്ത് വിശുദ്ധ കുർബാനയിൽ ഈശോ എങ്ങനെ സന്നിഹിതനാകുന്നു, അത് എങ്ങനെ ഈശോ എന്നിലേക്ക് തന്നെ വന്നു ചേരുന്നു എന്നൊരു ധ്യാന വിഷയമായിട്ടാണ് ഞാനത് എടുത്തത്. അപ്പോൾ ആ ധ്യാനത്തിൽ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം, ഈശോ വിശുദ്ധ കുർബാന പുരോഹിതൻ ഈശോ തിരുവോസ്തി എടുത്ത് എനിക്ക് തരുമ്പോൾ എനിക്കന്ന് ഒരു ദർശനമായി കാണപ്പെട്ടത് ഈശോ തന്നെ ഈശോയുടെ ശരീരം എടുത്ത് എൻ്റെ നാവിൽ വെച്ച് തരുന്നതായിട്ടാണ്. ആ ഒരു വലിയ അനുഭവം ഇന്ന് ഓരോ ദിവ്യബലി അർപ്പിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ മാറാതെ നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, എന്നിലൂടെ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് എന്നെ തന്നെ വിട്ടുകൊടുക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് എനിക്ക് സന്യാസ ജീവിതം അനുഭവപ്പെട്ടിട്ടുള്ളത്. നഴ്സിംഗ് പഠനം കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കവേ ഈശോയ്ക്കു വേണ്ടി തന്റെ ജീവിതം സമർപ്പിക്കണമെന്ന ആഗ്രഹത്തോടെ വളരെ സന്തോഷത്തോടുകൂടി സന്യാസ ജീവിതത്തിലേക്ക് കടന്ന വ്യക്തിയാണ് സിസ്റ്റർ സൗമ്യയെന്ന് സഭയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ആനി കല്ലറങ്ങാട്ട് പറഞ്ഞു. പഠനമൊക്കെ കഴിഞ്ഞ് നമ്മുടെ സന്യാസ ജീവിതം ആഗ്രഹിച്ച് മഠത്തിലേക്ക് വന്ന ഒരു കുട്ടിയാണ്. വളരെ തീഷ്ണതയോടുകൂടി ഈശോയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി സന്തോഷത്തോടെ കടന്നു വന്നു. വീട്ടിൽ എതിർപ്പുകളൊക്കെ ഉണ്ടെങ്കിലും എല്ലാം അവഗണിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കടന്നു വന്ന ഒരു വ്യക്തിയാണ് സൗമ്യ. തമ്പുരാനെ സ്നേഹിച്ച് ഏറ്റവും സന്തോഷത്തോടെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൻ്റെ അവസാനം വരെ ഏറ്റവും വിശ്വസ്തമായിട്ട് താൻ ആഗ്രഹിച്ച് വന്ന ദൈവവിളിയിൽ കർത്താവിനും അവിടുത്തെ മക്കൾക്കും വേണ്ടി ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോകട്ടെ എന്ന ഒരു പ്രാർത്ഥന മാത്രമേ ഇന്ന് ഞങ്ങൾക്കുള്ളൂ. സിസ്റ്റർ സൗമ്യ തങ്ങളുടെ ബാച്ചിലെ നിറസാന്നിധ്യമായിരുന്നുവെന്നും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആത്മാർത്ഥതയോടും പ്രാർത്ഥനയോടും കൂടി ചെയ്യാറുണ്ടെന്നും ഫോർമേഷൻ കാലഘട്ടങ്ങളിൽ സിസ്റ്റർ തങ്ങൾക്കൊരു മാതൃകയും സഹായമായിരുന്നുവെന്നും സിസ്റ്റർ സൗമ്യയുടെ ബാച്ച്മേറ്റ്സായ സന്യാസിനിമാർ ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. സിസ്റ്റർ സൗമ്യയെ പറ്റി ഓർക്കുമ്പോൾ ഗ്രൂപ്പിലൊരു നിറ സാന്നിധ്യമായിരുന്നു ആള്. പിന്നെ സൗമ്യ ഏത് പ്രവർത്തനങ്ങൾ ചെയ്താലും ഒരു പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങൾക്ക് ഒരു നല്ലൊരു മാതൃക നൽകിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും ആത്മാർത്ഥതയോടെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യാൻ സൗമ്യ ഞങ്ങളെ ഒത്തിരി പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഒരു മൂത്ത ചേച്ചി എന്നുള്ള നിലയിൽ ഞങ്ങളെ ഒത്തിരിയേറെ സൗമ്യ വളർത്തിയിട്ടുണ്ട്. ഞങ്ങൾ സ്റ്റഡി ഗ്രൂപ്പിലായിരുന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരു നേഴ്സായ ഒരാൾ വരുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഒത്തിരി മൂത്ത ഒരാൾ വരുന്നുണ്ടല്ലോ, നേഴ്സാണല്ലോ. അത് കേട്ടപ്പോൾ തൊട്ട് ഞങ്ങൾ 7 പേരും ഭയങ്കര പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. എന്നിട്ട് ഒരു ദിവസം ഞങ്ങൾ വീട്ടിൽ അവധിക്ക് പോയി, ഓണവധിക്ക്. ആ സമയത്ത് സൗമ്യയുടെ ആസ്പറൻസി വന്നു. സിസ്റ്റർ സൗമ്യനെ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ആദ്യം കണ്ടപ്പോൾ സൗമ്യ ഇങ്ങോട്ട് ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ അന്ന് കൗതുകത്തോടെയാണ് കണ്ടത്. ഒരു നേഴ്സായ ഒരാൾ മടത്തി വന്നു, ഞങ്ങളോട് ഇത്രയും കാര്യമായിട്ടൊക്കെ സംസാരിച്ചു. ഞാൻ ഓർത്തു, നേഴ്സൊക്കെ അല്ലേ, വല്ല തലക്കനമൊക്കെ കാണുന്നൊക്കെ ഞാൻ ഓർത്തു. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഭയങ്കര സ്നേഹം. പിന്നെ സൗമ്യ ഇടപെടുമ്പോൾ സ്നേഹമാണ്. എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്യാനാണല്ലോ, എങ്ങോട്ടെങ്കിലും പോകാനാണല്ലോ, എല്ലാം നിങ്ങൾ എടുത്തു വെച്ചോ, ഇന്നൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം, ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഓർമ്മപ്പെടുത്തി തരുമായിരുന്നു. എനിക്കിങ്ങനെയാണ് തോന്നുന്നത്, സൗമ്യയ്ക്കൊരു അനിയനാണുള്ളത്. ആ അനിയനോടുള്ള അതേ സ്നേഹം തന്നെയാണ് ഒട്ടും കുറയാതെ ഞങ്ങളോട് കാണിക്കുന്നതെന്ന് സൗമ്യയുടെ സാന്നിധ്യത്തിൽ നിന്ന് അങ്ങനെ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫോർമേഷൻ കാലഘട്ടങ്ങളിലും തുടർന്നും സിസ്റ്ററുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനയും പിന്തുണയും നൽകി FCC ഭരണങ്ങാനം പ്രൊവിൻസിലെ സഭാധികാരികളും കൂടെയുണ്ട്. ജപമാലയോടും പരിശുദ്ധ അമ്മയോടുമുള്ള ആഴമായ ഭക്തിയും വിശ്വാസവും സിസ്റ്റർക്ക് തന്റെ സന്യാസ ജീവിതത്തിൽ മുന്നേറാൻ ശക്തിയും സഹായവുമായി. കോട്ടയം കാഞ്ഞിരപ്പള്ളി ആനക്കൽ പാമ്പുരിക്കൽ ജോർജ് അൽഫോൻസ ദമ്പതികളുടെ മൂത്ത മകളാണ് സിസ്റ്റർ സൗമ്യ. ഇനി പോയ വാരത്തിൽ ആഗോള സഭയിൽ നടന്ന പ്രധാന വാർത്തകളിലേക്കും സംഭവങ്ങളിലേക്കും ഒരു തിരിഞ്ഞുനോട്ടം. ഇറ്റാലിയൻ സന്യാസിനി സമൂഹമായ തിരുരക്ത ആരാധന സന്യാസിനി സമൂഹത്തിന്റെ ഇന്ത്യൻ പ്രൊവിൻസിൽ ആദ്യ വ്രതവാഗ്ദാനവും നിത്യവ്രതവാഗ്ദാനവും നടന്നു. ബംഗളൂരു അതിരൂപതയുടെ റിലീജിയസ് എപ്പിസ്കോപ്പൽ വികാർ ഫാദർ സേവ്യർ മണവത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ 5 സന്യാസിനിമാർ നിത്യവ്രതവാഗ്ദാനവും ഒരു നോവിസ് തന്റെ ആദ്യ വ്രതവാഗ്ദാനവും സ്വീകരിച്ചു.
ബംഗളൂരു തിരുരക്താരാധന സന്യാസിനി സഭയുടെ പ്രൊവിൻഷ്യലേറ്റിൽ നടന്ന വ്രതവാഗ്ദാന ശുശ്രൂഷകൾക്ക് റിലീജിയസ് കോൺഗ്രിഗേഷന്റെ എപ്പിസ്കോപ്പിക്കൽ വികാർ ഫാദർ സേവ്യർ മണവത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. Today, it is right that your house should echo with a new song of thanksgiving. സഭയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മിനി പള്ളിപ്പാടന്റെ സാന്നിധ്യത്തിൽ എപ്പിസ്കോപ്പിക്കൽ വികാറിന്റെ കാർമ്മികത്വത്തിൽ നോവിസ് മായ മാത്യു തന്റെ ആദ്യ വ്രതവാഗ്ദാനം നടത്തി. I ask for God's merciful love and a share in the life of this religious community of the adorers of the blood of Christ. സന്യാസിനിമാരായ ദീപിക ടർക്കി, ഫാത്തിമ മധുർ, ജ്യോതി നല്ലമുത്തു, വേളാങ്കണ്ണി ജൂഡുക, ഭിന്നരസി ജോസഫ് തങ്ങളുടെ നിത്യവ്രതവാഗ്ദാനം സ്വീകരിച്ചു. I desire to make perpetual profession as an adorer of the blood of Christ, so as to spend my life. In the name of the congregation of the adorers of the blood of Christ, we confirm that you are now one with us as members of this family. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ വരവറിയിച്ച് ആഗമനകാല തിരികളും റീത്തും ഭവനങ്ങളിൽ സ്ഥാപിച്ചു തുടങ്ങി. ലത്തീൻ സഭ തുടക്കമിട്ട ഈ ആചരണത്തിന്റെ ഉത്ഭവം 16-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ നിന്നുമായിരുന്നു. 4 ആഴ്ചകളിലെ ഓരോ ഞായറാഴ്ചയും പ്രത്യേകമായ പ്രാർത്ഥനയോടെയാണ് ഭവനങ്ങളിൽ അഡ്വന്റ് റീത്തിലെ ഓരോ തിരികളും തെളിയുന്നത്. കാണാം ആ കാഴ്ചകൾ. യേശുവിന്റെ തിരുപ്പിറവി ആഘോഷത്തോടനുബന്ധിച്ച് പലതരത്തിലുള്ള ആചരണങ്ങളാൽ സമ്പന്നമാണ് ഇന്ന് ക്രൈസ്തവ സഭ. നക്ഷത്രം, പുൽക്കൂട്, കരോൾ, സാന്റാക്ലോസ് എന്നിങ്ങനെ അവ നീളുന്നു. അത്തരം ആചരണങ്ങളിൽ ഒന്നാണ് ആഗമനകാല റീത്ത് അഥവാ അഡ്വന്റ് റീത്തുകൾ. ഒപ്പം പ്രത്യാശയുടെ പ്രഭ ചൊരിയുന്ന ആഗമനകാല തിരികളും. ആശംസകളും സന്ദേശങ്ങളും കൈമാറുന്നതിനായി ഉപയോഗിക്കപ്പെടുന്ന ക്രിസ്തുമസ് കാർഡിൽ കാണുന്ന തിരികളും പൂക്കളും ഇലകളുമൊക്കെ അഡ്വന്റ് റീത്ത് എന്ന പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. സഭയിൽ ആരാധനക്രമ വർഷം ആരംഭിക്കുന്നത് യേശുവിന്റെ തിരുപ്പിറവിക്ക് ഒരുക്കക്കാലമായി ആചരിക്കുന്ന ആഗമനകാലം മുതലാണ്. ചെറിയ നോമ്പ് എന്നറിയപ്പെടുന്ന ഈ നോമ്പ് കാലഘട്ടത്തിൽ 4 ആഴ്ചകളാണുള്ളത്. ഈ 4 ആഴ്ചകളിലെ ഓരോ ഞായറിലും പ്രത്യേകമായ പ്രാർത്ഥനയോടെ ഭവനങ്ങളിൽ അഡ്വന്റ് റീത്തിലെ ഓരോ തിരികൾ തെളിയും. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ പാരമ്പര്യം അത്ഭുതകരമായി വ്യാപിക്കുകയായിരുന്നു. ക്രിസ്തുമസ് ആഘോഷത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായി തീർന്ന ഇവ ആഗമനകാലത്ത് വലിയ ആധ്യാത്മിക സൂചനകളാണ് നൽകിപ്പോരുന്നത്. എവർഗ്രീൻ ചെടിയുടെ ശിഖരങ്ങൾ കൊണ്ടാണ് വൃത്താകൃതിയിലുള്ള റീത്ത് നിർമ്മിക്കുന്നത്. നിത്യതയെയാണ് അത് പ്രാഥമികമായി സൂചിപ്പിക്കുക. റീത്തിലെ 4 മെഴുകുതിരികൾ നിത്യപ്രകാശമായ ക്രിസ്തുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ക്രിസ്തുമസിനോട് അടുക്കും തോറും ആ തിരികൾക്ക് പ്രകാശം കൂടി വരുമെന്നാണ് വിശ്വാസം. നിർധനർക്ക് സൗജന്യമായി ഭക്ഷണം വിളമ്പുന്ന അമ്മയൂണ് ശ്രദ്ധേയമാകുന്നു. പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വ്ളാത്താങ്കര സ്വർഗാരോപിത മാതാ ദേവാലയമാണ് നിർധനർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നത്. നെയ്യാറ്റിൻകര രൂപതയിലെ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വ്ളാത്താങ്കര സ്വർഗാരോപിതമാതാ ദേവാലയം 2020 നവംബർ 1 മുതൽ ആരംഭിച്ച പദ്ധതി ഇതിനോടകം തന്നെ ആളുകൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എന്ന ബൈബിൾ വാക്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇടവക വികാരിയും നെയ്യാറ്റിൻകര രൂപതയുടെ മീഡിയ കമ്മീഷൻ ഡയറക്ടറുമായ മോൺസിഞ്ഞർ VP ജോസിന്റെ നേതൃത്വത്തിലാണ് അമ്മ ഊണ് എന്ന പദ്ധതി രൂപം പ്രാപിച്ചത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണി മുതൽ 2:30 വരെ ഇവിടെ എത്തുന്ന എല്ലാ ആളുകൾക്കും ഇവർ ഭക്ഷണം നൽകും. അതും സൗജന്യമായി. ദേവാലയത്തിന്റെ പാർക്കിംഗ് സൗകര്യത്തോട് ചേർന്നു തന്നെയാണ് അമ്മ ഊണിന് സൗകര്യമൊരുക്കിയിരിക്കുന്നത്. നിരവധി സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ഈ പദ്ധതി മുന്നോട്ടു പോകുന്നതെന്ന് വികാരി മോൺസിഞ്ഞർ VP ജോസ് പറഞ്ഞു. അമ്മ ഊണ് എന്ന ആശയം രൂപപ്പെട്ടു വന്നത് പരിശുദ്ധ അമ്മ നൽകുന്ന ഊണ് എന്ന ആശയത്തിലാണ്. അതിന് കാരണം ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ധാരാളം മക്കൾ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയിൽ അഭയം തേടുന്നുണ്ട്. ധാരാളം പേര് സൗഖ്യപ്പെട്ടു പോകുന്നുണ്ട്. ധാരാളം പേരുടെ മാനസിക വ്യഥകൾ മാറുന്നുണ്ട്. അമ്മ വലിയ ആശ്വാസമായിട്ട് നിൽക്കുന്നു. അതോടൊപ്പം വിശന്നു വരുന്നവന് പരിശുദ്ധ അമ്മ ഊണ് നൽകി തൃപ്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. വിശന്ന് കഴിയുന്നവർ, പാവപ്പെട്ട വ്യക്തികൾ, അവർക്ക് പരിശുദ്ധ അമ്മ ഊണ് നൽകി അവർ ഓരോരുത്തരെയും തൃപ്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അമ്മ എന്ന ആശയം തന്നെ
ഭക്ഷണം നൽകുന്നവൾ എന്നാണ്. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ അവളുടെ ആ കുഞ്ഞിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് അമ്മയാണ്. ഇവിടെ പരിശുദ്ധ ദൈവമാതാവ് മറ്റുള്ളവർക്ക് അപ്പമായി ഭക്ഷണമായിട്ട് മാറുന്നു എന്നതാണ്. ജാതിമത ഭേദമെന്നേ ആർക്കും അമ്മ ഊണിലെത്തി ഭക്ഷണം കഴിക്കാവുന്നതാണ്. അതോടൊപ്പം കാശുള്ളവർക്ക് ഒരു നിർധനനു കൂടി ഭക്ഷണം നൽകാനായി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ക്യാഷ് ബോക്സിൽ പൈസ നിക്ഷേപിക്കാവുന്നതുമാണ്. പാരിഷ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അമ്മ ഊണ് എന്ന സംരംഭത്തിൽ ഇടവകയിലെ സന്യാസിനി സമൂഹവും ഒപ്പമുണ്ട്. ഭക്ഷണം പാകം ചെയ്യുന്നതിനായി പ്രത്യേകം ആളുകളെ നിയമിച്ചിട്ടുമുണ്ട്. സീറോ മലബാർ സഭയുടെ കീഴിലുള്ള തമിഴ്നാട് രാമനാഥപുരം രൂപതയിൽ പുതിയ കുർബാനക്രമം നിലവിൽ വന്നു. സീറോ മലബാർ സിനഡിന്റെ തീരുമാനപ്രകാരമാണ് കുർബാനക്രമത്തിൽ മാറ്റം വരുത്തിയത്. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. ജനാഭിമുഖമായ കുർബാന അർപ്പിക്കുന്ന ഇതേവരെയുള്ള രീതിക്കു പകരം വിശ്വാസപ്രമാണം വരെ വചനവേദിയിൽ ജനങ്ങൾക്ക് അഭിമുഖമായും അതിനുശേഷം കുർബാന സ്വീകരണം കഴിയുന്നതുവരെ അൾത്താരയ്ക്ക് അഭിമുഖമായും പിന്നീട് സമാപന ശുശ്രൂഷ വചനവേദിയിൽ ജനങ്ങൾക്ക് അഭിമുഖമായുമാണ് പുതിയ കുർബാനക്രമം. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെയും പാത്രിയാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ. സീറോ മലബാർ സിനഡിന്റെ തീരുമാനപ്രകാരമാണ് മാറ്റം. രാമനാഥം രൂപതയിൽ ഈ സംവിധാനം നടപ്പാക്കിയതോടെ തമിഴ്നാട്ടിലെ സീറോ മലബാർ സഭ മുഴുവനുമായും ഈ രീതിയിൽ കുർബാന അർപ്പണം നടക്കുന്ന പ്രദേശമായി. പുതിയ ക്രമത്തിലല്ലാതെ വ്യത്യസ്തമായുള്ള വിശുദ്ധ കുർബാന സമർപ്പണത്തിന് രാമനാഥപുരം രൂപതയിൽ സാധ്യതയും അംഗീകാരവും ഉണ്ടാകില്ലെന്ന് രാമനാഥപുരം രൂപതാ മെത്രാൻ മാർ പോൾ ആലപ്പാട്ട് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കി. കോവിഡ് ദിനങ്ങളിൽ ഓൺലൈനിലൂടെ വിശ്വാസ പരിശീലന ക്ലാസുകൾ വിശ്വാസ സമൂഹത്തിലെത്തിച്ച ഷെക്കേന ടെലിവിഷന് തൃശൂർ അതിരൂപതയുടെ പുരസ്കാരം. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിന്ന് ഷെക്കേന ടെലിവിഷൻ ചെയർമാൻ ബ്രദർ സന്തോഷ് കരിമത്രയും കണ്ടന്റ് ആൻഡ് പ്രോഗ്രാം മാനേജർ അരുൺ ആന്റണിയും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. കോവിഡ് ദിനങ്ങളിൽ ഷെക്കേന ടെലിവിഷനിലൂടെയും അതിരൂപത മീഡിയ കമ്മീഷന്റെ മീഡിയ കത്തോലിക്ക യൂട്യൂബ് ചാനലിലൂടെയും സംരക്ഷണം ചെയ്ത സൺഡേ കാറ്റഗിസം ക്ലാസുകളിൽ നിരവധി കുട്ടികളാണ് പങ്കെടുത്തിരുന്നത്. തൃശൂർ അതിരൂപതയിൽ നിന്നും അതിരൂപതയ്ക്ക് പുറത്തുനിന്നുള്ളവരുമായ നൂറുകണക്കിന് പേർക്ക് ടെലിവിഷനിലൂടെ സംരക്ഷണം ചെയ്ത ക്ലാസുകൾ സഹായകരമായി. തൃശൂർ DBCLC ഹാളിൽ നടന്ന ചടങ്ങുകൾ അതിരൂപതാധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ഒന്നാമത്തെ ടീച്ചർ അതുകൊണ്ട് എന്നെ കൂടി ടീച്ചർഷിപ്പിൽ ആ ടീച്ചേഴ്സായിട്ട് ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്നാമത്തെ ടീച്ചർ കാണാം. മെത്രാന്റെ വൈദികന്റെ ഒന്നാമത്തെ ഡ്യൂട്ടിയാണ് നമ്മുടെ വിശ്വാസത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ട ഏറ്റവും അത്യന്താപേക്ഷിതമായ കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നതെന്ന് ഷെക്കേന ടെലിവിഷൻ ചെയർമാൻ ബ്രദർ സന്തോഷ് കരിമത്ര പറഞ്ഞു. നമ്മുടെ വിശ്വാസത്തെ കൈമാറി കൊടുക്കുവാൻ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ ഫെയ്ത്ത് ഫോർമേഷൻ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ആളുകളിലാണ് നമ്മൾ ആയിരിക്കുന്നത്. മതബോധന ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ആളൂരിന്റെ നേതൃത്വത്തിൽ 13 ഫൊറോനകളിലെ 37 ഇടവകകളിൽ നിന്നുള്ള വിശ്വാസ പരിശീലകരാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയത്. ഓരോ അധ്യായത്തിനും 15 മിനിറ്റ് വീതമുള്ള 2 ക്ലാസുകൾ 2 ആഴ്ചകളിലായാണ് അവതരിപ്പിച്ചിരുന്നത്. ACC വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകൾ യൂത്ത് കാറ്റഗിസം എന്ന പേരിൽ ഞായറാഴ്ചകളിൽ സംരക്ഷണം ചെയ്തുവരുന്ന വിശ്വാസ പരിശീലന ക്ലാസുകളുടെ 174 എപ്പിസോഡുകൾ പിന്നിട്ടു. ഇന്നു നടന്ന ചടങ്ങിൽ ഓൺലൈനിലൂടെ ക്ലാസുകളെടുത്ത കാറ്റഗിസം അധ്യാപകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. തുടർന്ന് ഓൺലൈനിലൂടെ ക്ലാസ് എടുത്ത അധ്യാപകർക്കും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്കും അതിരൂപത സഹായമെത്രാൻ മറ്റോണി നീലങ്കാവിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വൈദികർക്കും വിശ്വാസികൾക്കും സഹായമേകാൻ ഭൂതോച്ചാടന പുസ്തകം പുറത്തിറക്കി കൊളംബിയൻ സഭ. എക്സോസിസം ആൻഡ് ലിബറേഷൻ പ്രയർ എന്ന പുസ്തകം വൈദികർക്കും വിശ്വാസികൾക്കും ഏറെ സഹായകമാണ്. ഭൂതോച്ചാടനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വൈദികർക്കും പൈശാചിക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന വിശ്വാസികൾക്കും സഹായകമാകുന്ന രീതിയിലാണ് കൊളംബിയയിലെ മെത്രാൻ സമിതി ഭൂതോച്ചാടനത്തെപ്പറ്റിയുള്ള പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. എക്സോസിസം ആൻഡ് ലിബറേഷൻ പ്രയർ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തിന് യത്നിച്ചത് മെത്രാൻ സമിതിയുടെ ഉപവകുപ്പിന്റെ അധ്യക്ഷനായ ഫാദർ ജോർജ് ബുസ്റ്റാമെന്റെ മോറയാണ്. സഭാ പ്രബോധനത്തിനു വേണ്ടിയുള്ള ഈ പുസ്തകത്തിൽ ഭൂതോച്ചാടനവുമായി ബന്ധപ്പെട്ടുള്ള ദൈവശാസ്ത്രപരമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നവംബറിൽ ഭൂതോച്ചാടനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച കോഴ്സിൽ നിന്നുമാണ് ഈ പുസ്തകത്തിലെ ഉള്ളടക്കം രൂപം കൊണ്ടത്. സഭയുടെ പഠനങ്ങളെയും സഭാകർമ്മങ്ങളെയും അടിസ്ഥാനമാക്കിക്കൊണ്ട്
ഇത്തരം പ്രശ്നങ്ങളെ നേരിടുന്നതിന് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ആവശ്യമാണെന്ന് ഫാദർ ജോർജ് മോറ പറഞ്ഞു. ആളുകൾക്ക് ഭൂതോച്ചാടനത്തെപ്പറ്റി അറിവില്ലാത്തതിനാൽ പൈശാചിക ബാധയിൽ നിന്നുള്ള മോചനത്തിനായി സഭാവിരുദ്ധ സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ സാധ്യത കൂടുതലാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഇത് വൈദികർക്ക് വളരെയധികം സഹായകരമായി തീരുമെന്ന പ്രത്യാശയും ഫാദർ ജോർജ് പ്രകടിപ്പിച്ചു. വൈദികരും അവരുടെ സഹായികളും മാത്രമല്ല, ഇത്തരം സാഹചര്യങ്ങളിൽ എന്തു ചെയ്യണമെന്ന് അറിയില്ലാത്ത കത്തോലിക്കർക്കും അകത്തോലിക്കർക്കും ഒരേപോലെ സഹായകമാണ് ഈ പുസ്തകമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുസ്തകമേളയ്ക്കൊപ്പം ക്രിസ്മസ് വിപണി ഒരുക്കി ചങ്ങനാശ്ശേരി അതിരൂപത സെന്റ് ജോസഫ് ഓർഫനേജ് പ്രസ് ആൻഡ് ബുക്ക് സ്റ്റാൾ. അതിരൂപത വികാരി ജനറൽ ഫാദർ ജോസഫ് വാണിയപ്പുറയ്ക്കൽ പുസ്തകമേള ഉദ്ഘാടനം ചെയ്തു. ക്രിസ്തുമസ് സ്റ്റാറുകളും പുൽക്കൂടുകളും ചെറിയ ക്രിസ്തുമസ് ട്രീകളും അടക്കമുള്ള ക്രിസ്തുമസ് വിപണിയാണ് ചങ്ങനാശ്ശേരി അതിരൂപത സെയിന്റ് ജോസഫ് ഓർഫനേജ് പ്രസ് ആൻഡ് ബുക്ക് സ്റ്റാളിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ക്രിസ്തുമസ് പ്രമാണിച്ച് പുസ്തകമേള സന്ദർശിച്ച് കൂടുതൽ തുകയ്ക്ക് പുസ്തകം വാങ്ങുന്നവർക്ക് പ്രത്യേക സമ്മാനവും എല്ലാ പുസ്തകങ്ങൾക്കും ഡിസ്കൗണ്ടും നൽകുന്നതാണെന്ന് മാനേജർ ഫാദർ ജസ്റ്റിൻ കായംകുളത്തുശ്ശേരി അറിയിച്ചു. ഡിസംബർ 12 വരെയാണ് ചങ്ങനാശ്ശേരി അരമനപ്പടിയിലുള്ള ബുക്ക് സ്റ്റാളിൽ പുസ്തകമേള നടക്കുന്നത്. ഡിജിറ്റൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിലും പുസ്തക വായനയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്നും ഈ കോവിഡ് കാലഘട്ടം പുസ്തകങ്ങൾ കൂടുതൽ വായിക്കുവാനുള്ള നല്ല സമയമാകണമെന്നും അതിരൂപത വികാരി ജനറൽ ഫാദർ ജോസഫ് വാണിയപ്പുറയ്ക്കൽ പറഞ്ഞു. വായിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായ അറിവ് നേടുക എന്നുള്ളത് വളർച്ചയുടെ ഭാഗമാണ്. വായനയിലൂടെയാണ് അറിവിന്റെ ലോകത്തിലേക്ക് നമ്മൾ കടന്നു വരിക. ഡിജിറ്റൽ മീഡിയ ഒത്തിരി വർദ്ധിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലും പുസ്തകങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും പുസ്തകം വായിക്കുകയും അതിന് പ്രേരണയും പ്രചോദനവും ആവുകയും ചെയ്യുന്ന നമ്മളുടെ ഈ നാട്ടിൽ തന്നെ ഏറെ പേരുണ്ട്. തീർച്ചയായിട്ടും ഈ പുസ്തകമേള 22ാമത്തെ പുസ്തകമേള അത് സംഘടിപ്പിച്ച ജിസ്നച്ചിന് പ്രത്യേക അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. തുടർന്ന് സെയിന്റ് ജോസഫ് ബുക്ക് സ്റ്റാളിന്റെ മധ്യസ്ഥൻ ബുക്സ് പ്രസിദ്ധീകരിച്ച 3 പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം ഫാദർ ജോസഫ് നിർവഹിച്ചു. സെയിന്റ് ജോസഫ് ഓർഫനേജ് പ്രസ് ആൻഡ് ബുക്ക് സ്റ്റാൾ ഒരുക്കുന്ന 28ാമത് പുസ്തകമേള സന്ദർശിക്കുവാനും പുസ്തകങ്ങളും ക്രിസ്തുമസിന് ഒരുക്കമായ സാധനങ്ങൾ വാങ്ങിക്കുവാനും നിരവധി പേരാണ് ദിവസവും ബുക്ക് സ്റ്റാളിലെത്തുന്നത്. വൈറ്റ് ഹൌസിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ആരംഭമായി. പ്രഥമ വനിത മെലാനിയ ട്രംപ് സമൂഹമാധ്യമങ്ങളിലൂടെയാണ് വൈറ്റ് ഹൌസിന്റെ ഈ വർഷത്തെ ക്രിസ്മസ് അലങ്കാരങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അമേരിക്ക ഈസ് ബ്യൂട്ടിഫുൾ എന്നതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അലങ്കാര വസ്തുക്കളാൽ വൈറ്റ് ഹൌസിനെ മെലാനിയ ട്രംപ് ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ഈ രാജ്യത്തിന്റെ മഹനീയ രാജാവിന് കൃതജ്ഞത അർപ്പിക്കുന്നതിനാണ് ഈ രൂപകൽപ്പന എന്ന് മെലാനിയ ട്രംപ് പറഞ്ഞു. കഴിഞ്ഞ 4 വർഷമായി അമേരിക്കയിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും അനുകമ്പയും ദേശസ്നേഹികളുമായ പൗരന്മാരെ കണ്ടുമുട്ടുവാനും തനിക്ക് സാധിച്ചെന്ന് മെലാനിയ ട്രംപ് പ്രസ്താവനയിൽ പറഞ്ഞു. അതിനാൽ തന്നെ എല്ലാ അമേരിക്കൻ പൗരന്മാരും പങ്കിടുന്ന പാരമ്പര്യ മൂല്യങ്ങളെയും ചരിത്രത്തെയും അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ ക്രിസ്തുമസ് ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നതെന്ന് മെലാനിയ കൂട്ടിച്ചേർത്തു. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിക്കൊണ്ട് 19ാം ഭേദഗതി അംഗീകരിച്ചതിന്റെ 100ാം വാർഷികത്തെയും അനുസ്മരിക്കുന്നുണ്ട് വൈറ്റ് ഹൌസ് ലൈബ്രറിയിലെ അലങ്കാരങ്ങൾ. കളിപ്പാട്ട വിമാനങ്ങൾ, ട്രെയിനുകൾ, വാഹനങ്ങൾ എന്നിവയാൽ അലങ്കരിച്ചിരിക്കുന്നത് നൂതന സാങ്കേതിക വിദ്യയിലുള്ള അമേരിക്കയുടെ മഹത്തായ ഉന്നമനത്തിന് സൂചകമായിട്ടാണ് ദ ഹിൽ എന്നു പേര് നൽകിയിരിക്കുന്ന മുറി അലങ്കരിച്ചിരിക്കുന്നത്. നിലവിലുള്ള കോവിഡ്-19 പകർച്ചവ്യാധിയിലെ അമേരിക്കയുടെ മുൻനിര പ്രവർത്തകരോടുള്ള ആദരസൂചകമായാണ് റെഡ് റൂം അലങ്കരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ടാണ് മെലാനിയയുടെ വീഡിയോ സന്ദേശം പൂർണ്ണമാകുന്നത്. തിരുവനന്തപുരം അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആർ ക്രിസ്തുദാസ് പിതാവ് ആലപിച്ച ദൈവത്തെ മറന്നുകുഞ്ഞേ എന്ന ഗാനം സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു. ട്രിവാൻഡ്രം മീഡിയ കമ്മീഷന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ കുറഞ്ഞ സമയം കൊണ്ട് ആയിരങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം. നിന്റെ കുഞ്ഞിക്കവിളുകളിൽ മുത്തങ്ങൾ നൽകി ആത്മാവിന്റെ വീണമീട്ടി നിന്നെ തഴുകി നിന്റെ കുഞ്ഞിക്കവിളുകളിൽ മുത്തങ്ങൾ നൽകി ആത്മാവിന്റെ വീണമീട്ടി നിന്നെ
മറന്നു പോയോ? ദൈവത്തെ മറന്നു കുഞ്ഞേ, ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ? പൊന്നു കുഞ്ഞേ, ദൈവസ്നേഹം മറന്നിടല്ലേ. ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. ദൈവത്തെ മറ